വെൽക്കം ബാക്ക് ടു ഫൈഹാസ് റെസിപ്പി. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് ടിക്ടോക്കിലും അതുപോലെ യൂട്യൂബിലൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ടോർട്ടില്ല വ്രാപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിന്ന് ചിക്കൻ ചിക്കൻ്റെ ഫ്ലേവറിലുള്ള സ്പൈസി ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഫ്രൂട്ട് സ്വീറ്റായിട്ടൊക്കെ നിങ്ങൾക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ചിക്കൻ സ്പൈസി ആയിട്ടുള്ള ഫ്ലേവറിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 50 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ചിക്കന് നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു നുള്ളു ഗാർലിക് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലോട്ട് 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ക്രഷ്ഡ് ഒറിഗാനോ ആണത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള സോസ് തയ്യാറാക്കി എടുക്കണം. അതിനു വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് എടുക്കുന്നുണ്ട്. സ്പൈസിക്ക് വേണ്ടി ഞാനിതിലോട്ട് 2 ടീസ്പൂണോളം റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കിതിലോട്ട് വേണ്ടത് മയോണൈസ് ആണ്. ഒരു 2 ടേബിൾ സ്പൂൺ മയോണൈസും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ടുള്ള സോസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് വേണ്ടത് ടോർട്ടില്ല വേണം. ഞാനിവിടെ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചിട്ടുള്ള ടോർട്ടില്ലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കുക. ഞാനിവിടെ കുറച്ച് സാൻഡ്വിച്ച് ലീവ്സും ക്യാപ്സിക്കം അതുപോലെ ഉള്ളിയും തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു അടയാളം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ടോർട്ടില്ല ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ഭാഗത്ത് ഞാൻ ആദ്യം തന്നെ കുറച്ച് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കോണിൽ കുറച്ച് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ടടുത്തായിട്ട് മറ്റേ കോണിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കൻ വെച്ച് കൊടുക്കുക. ഒരുപാട് ചിക്കനും വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെജിറ്റബിൾസ് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് മൊസറല്ല ചീസാണ്. മറ്റേ ഒഴിഞ്ഞെടുക്കുന്ന ആ ഭാഗത്ത് അത്യാവശ്യം തിക്കായിട്ട് തന്നെ ചീസും കൂടെ വെച്ച് കൊടുക്കുക. ഇത്രയും വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് പതുക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് വേണം നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് സെൻറ്ററിലോട്ടാക്കി കട്ട് ചെയ്യരുത്. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ടാക്കിയിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാം. ഞാനൊരു നോൺ സ്റ്റിക്ക് തവയിലോട്ട് 1 ടീസ്പൂണോളം ബട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഗ്രിൽ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഗ്രിൽ ചെയ്തെടുത്താൽ മതിയാകും. ഞാൻ ഇത് നന്നായിട്ട് ബട്ടറെല്ലാം ചൂടായി വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടോർട്ടില്ല വ്രാപ്പ് ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ട് 2 സൈഡും ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കുന്നുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഗ്രിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 2 സൈഡും നല്ലതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തവി വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരു സൈഡൊന്നും മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിനൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് ടോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ടോർട്ടില്ല വ്രാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഈ ഒരു തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ വ്രാപ്പാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ
ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അതെങ്ങനെ ഇരിക്കുന്നതെന്ന്. ഉള്ളിൽ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് സ്പൈസി വേണ്ട, നിങ്ങൾ സ്പൈസി കുറച്ചിട്ട് ചെയ്താലും മതി. ഇനി ചിക്കനിലെല്ലാം സ്വീറ്റ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിലും അങ്ങനെയും ചെയ്തെടുക്കുക ഫ്രൂട്ട്സ് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്